നമസ്കാരം. ഡേ 3 സെൽഫ് കോൺഫിഡൻസ് മൈൻഡ് അവെയർനെസ് റീസെറ്റ്. കംഫർട്ടബിളായിരിക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. മെല്ലെ പുറത്തേക്ക് വിടുക. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും ഡൗട്ടുണ്ട്. കോൺഫിഡൻസ് ഉണ്ടായാലും ഡൗട്ട് വരും. ഡിഫറൻ്റ് എന്താ? കോൺഫിഡൻറ്റ് പേഴ്സൺ ഡൗട്ട് ഉണ്ടായാലും നടക്കും, അത്ര തന്നെ. മനസ്സിൽ പറയുക, ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നു. ഞാൻ കമ്പയർ ചെയ്യാറില്ല, ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഞാൻ മതി. ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നു. ഞാൻ കമ്പയർ ചെയ്യാറില്ല, ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഞാൻ മതി. കോൺഫിഡൻസ് റിയൽ മീനിങ് എന്താ? പറയട്ടെ. കോൺഫിഡൻസ് റിയൽ മീനിങ് സ്മാൾ ആക്ഷൻ എടുക്കുക, മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുക, ലേൺ ചെയ്യുക, എഗെയിൻ ട്രൈ ചെയ്യുക. അത് ഒരു ഹീറോ ഫീലിംഗ് അല്ല കേട്ടോ, അത് കൺസിസ്റ്റൻസിയാണ്. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു മിറർ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ പറയുന്നു, എനിക്ക് ഭയമുണ്ട്, പക്ഷേ ഞാൻ റെഡിയാണ്. അതാണ് കോൺഫിഡൻസ്. ദ 6 പില്ലേഴ്സ് ഓഫ് സെൽഫ് എസ്റ്റീം പറയുന്നത് പോലെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാൽ സെൽഫ് കോൺഫിഡൻസ് നാച്ചുറലായി വരും. ഇന്നൊരു ചെറിയ ആക്ഷൻ എടുക്കുക. ഒരു കാൾ ചെയ്യുക, ഒരു ഐഡിയ ഷെയർ ചെയ്യുക, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. സ്മാൾ ആക്ഷൻ, ബിഗ് ബിലീഫ്. ഓക്കെ. ഞാൻ കമ്പയർ ചെയ്യാറില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാറില്ല, ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഒരു ഡീപ്പ് ബ്രീത്ത്, സ്മൈൽ. കോൺഫിഡൻസ് പെട്ടെന്ന് വരില്ല, ഡെയിലി പ്രാക്ടീസ് കൊണ്ട് ഗ്രോ ആകും. താങ്ക് യു.